നൈതികത പ്രത്യേകിച്ച്. അതിന് മറ്റൊരു കാരണം, ഭാഷയ്ക്കും വാക്കുകൾക്കും അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് ഭാഷയില്ലാതെ, വാക്കുകളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗത്തിലൂടെ ഓരോ വാക്കിനും ചില അർത്ഥവ്യാപ്തി വന്നു ചേരുന്നുണ്ട്. അങ്ങനെ ധാർമ്മികത, നൈതികതയ്ക്ക് പകരം ഞാൻ ധാർമ്മികത എന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ വേഗം മനസ്സിലാകുമായിരുന്നു, നമ്മൾ വളരെ കംഫർട്ടബിൾ ആകുമായിരുന്നു. പക്ഷെ ബോധപൂർവം ആ വാക്ക് ഉപയോഗിക്കാതിരുന്നതാണ്. അതിന്റെ കാരണം, ധാർമ്മികത എന്ന വാക്കുമായി കൂടിച്ചേർന്ന് അതിൽ നിന്നും ഇൻസെപ്പറബിളായി ഒരു മതകൽപ്പന അതിലുണ്ട്. മതപരമായ ഒരു കണോട്ടേഷൻ ആ വാക്കിനകത്തുണ്ട്. നമ്മൾ എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്ന് അതിനെ മാറ്റാൻ കഴിയില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ നാം ധാർമ്മികതയെ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് മതവുമായി ഇൻസെപ്പറബിൾ ആണ്. ഇതിനും കാരണമുണ്ട്, ചരിത്രപരമായ കാരണമുണ്ട്. കാരണം മനുഷ്യ ജീവിതത്തിൽ, മനുഷ്യന്റെ സാംസ്കാരിക പരിണാമ ചരിത്രത്തിൽ ധാർമ്മികത രൂപീകരിച്ചതും ദീർഘനാൾ നിലനിർത്തിയിരുന്നതും മതങ്ങളായിരുന്നു. മിക്കവാറും എല്ലാ മതഗ്രന്ഥങ്ങളിലും നമ്മൾ ഈ വാക്കുകൾ ആവർത്തിച്ച് കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതുകൊണ്ട് ധാർമ്മികത എന്ന വാക്ക് വരുമ്പോൾ അത് ധർമ്മവും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ, ഹിന്ദിയിൽ സംസ്കൃതവുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത് ധർമ്മമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ മതമാണ്. നമ്മുടെ ദ്രാവിഡ ഭാഷയിലേക്ക് വരുന്നുടനെ അങ്ങനെ ഡയറക്റ്റ് ഒരു ബന്ധമില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുള്ള ഒരു അർത്ഥവ്യാപ്തി തീർച്ചയായിട്ടും മതവുമായി ചേർന്നാണ്. അതുകൊണ്ട് മതത്തിൽ നിന്നും വകഞ്ഞു മാറ്റിക്കൊണ്ട് ഉള്ള ഒരു മൂല്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മൂല്യത്തിന്റെ ഒരു കൂട്ടായ്മയെക്കുറിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ധാർമ്മികത ഉപയോഗിക്കാൻ കഴിയില്ല, ഒരു പുതിയ വാക്കിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നൈതികത ഉപയോഗിച്ചത്. ഇനിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിൽ 75 വർഷം സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോയ, മാർജിനൈസ് ചെയ്യപ്പെട്ട ഒരു വിഷയമാണിത്, ഭരണഘടന, നൈതികത. അതിലേക്ക് നേരിട്ട് പോകുന്നു.